മലയാള സിനിമയിലെ നടനും മിമിക്രി താരവുമായ ഉല്ലാസ് പന്തളം വിവാഹിതനായി. മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമാണ് വധു. സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു. പ്രിയ താരങ്ങളടക്കം ഉല്ലാസ് പന്തളത്തിന് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത്. റിയാദിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ ജനാതിരിയ റോഡിലാണ് സംഭവം. പരിക്കേറ്റ ആളുടെ നില അതീവ ഗുരുതരമാണ്. കേരളത്തിൽ ചെടിയുടെ വിഷം അകത്തു ചെന്ന് വീണ്ടും ഒരു മരണം കൂടി. തുമ്പപ്പൂ കൊണ്ടുള്ള തോരൻ കഴിച്ചതെന്നാണ് സംശയം. ചേർത്തല സ്വദേശിയായ ഇന്ദുവിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തുമ്പപ്പൂ തോരൻ കഴിച്ചതുകൊണ്ടുള്ള ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. വ്യാഴാഴ്ച രാത്രി തുമ്പപ്പൂ കൊണ്ടുള്ള തോരൻ ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും കഴിച്ചിരുന്നു. പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയായിരുന്നു. ആദ്യം ചേർത്തലയിലെയും പിന്നെ നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്നാൽ മാത്രമേ മരണകാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. പ്രമേഹം പോലുള്ള ജീവിതശൈലീ രോഗങ്ങളുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമാവുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ ആലപ്പുഴ സ്വദേശി സൂര്യ സുരേന്ദ്രൻ മരിച്ചിരുന്നു. UK യാത്രയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യയുടെ അപ്രതീക്ഷിത മരണത്തിന് പിന്നിൽ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അറിയാതെ വായിൽ വെച്ച അരളിപ്പൂവാണെന്നാണ് പ്രാഥമിക നിഗമനം. ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം, നിർജ്ജലീകരണം, ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക. വലിയ അളവിൽ കഴിച്ചാൽ അത് മരണത്തിന് വരെ കാരണമാകാം. മലപ്പുറം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥി CPM സ്വതന്ത്രൻ KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ച് തള്ളിയത്. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ മണ്ഡലത്തിലെ 340 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ല എന്നും ഇവയിൽ 300ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നുമായിരുന്നു CPM സ്വതന്ത്രൻ മുസ്തഫയുടെ വാദം. 38 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം വിജയിച്ചത്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തിരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോയെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി. വൻ ക്രമക്കേടുകളുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രിയുടെ ഭാവി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് MP ആയ സുരേഷ് ഗോപി അറിയിച്ചു. വീഡിയോ കാണുക. അല്ല, ഹൃദയം മുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതല്ല കണ്ടത്, ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നതെന്നാണ് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്യും, എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ആ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും. അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അല്ല, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നടന്നത്. അതിൽ ഒരു സ്കൂള് മാത്രം മാറി. ഡീപോൾ എന്നുള്ളത് സെൻറ്റ് ജോസഫ്സ് ആയി. കാരണം അവിടെയാണ് കൂടുതൽ ഇൻവെറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഒരു 10-20 പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റായിട്ട് മീറ്റ് ചെയ്തു. നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു, ഡോക്ടേഴ്സിനെ കണ്ടു, പിന്നെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ടീമിനെ കണ്ടു, ആയുർവേദിക് ടീമിനെ കണ്ടു. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു. പക്ഷേ കുറിപ്പിട്ട ആൾക്കാരുടെ അടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അല്ല, അത് അല്ലേലും ഉണ്ടാവും. അത് ആവശ്യപ്പെട്ടു. അതെ, അത് വേണമല്ലോ.
ഏതാ അല്ല എന്ത് തന്നെ ആയാലും ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ആഘാതം എത്രയെന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയും ആയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു. അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണ്ടല്ലോ. ഉടൻ തന്നെയൊന്നും പറയണ്ട, പറഞ്ഞില്ലേ. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്നാൽ അതൊരു പ്രോസസ്സ്. അതാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ ഒരു 10 ഐറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കായിട്ട് വരേണ്ടത് കൗൺസിലിംഗാണ്. അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള പ്ലേസ്മെൻറ്റ് അങ്കലാപ്പുകളുണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി പുതിയ പ്ലേസ്മെൻറ്റിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഓൺടർപ്രണേഴ്സിന് പുതിയ സ്കില്ലുകളിലേക്ക് തിരിച്ചുവിടുക. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, അതൊന്നും പറയാനൊക്കത്തില്ല. അടിയന്തരമല്ല, നമുക്ക് സമഗ്രമായ ഒരു ഇടപെടലാണ് വേണ്ടത്. അതാ പറഞ്ഞ അത് തന്നെയാണ്, ഇത്രയും ദൂരം അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ വരും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് വരുന്നത് എന്താണോ അത് നോക്കിയായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതാ ചോദിക്കുന്നത്, വേഗമല്ല, എല്ലാം കൃത്യമായി ഉണ്ടാകും. തുടർ വാർത്തകൾക്കായി BN ന്യൂസ് കേരള പിന്തുടരുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വാർത്തകൾ ഷെയർ ചെയ്യുക. നന്ദി.